ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഡിവൈഎഫ്ഐക്കാരുടെ പൊതിച്ചോറ് കൊണ്ടുപോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അവർ 2 ദിവസം മുപ്പാട് തന്നെ വന്ന് പറഞ്ഞിരുന്നു പൊതിച്ചോറ് കൊടുക്കേണ്ട കാര്യം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്തതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. വലിയ ഹൈ ക്ലാസ് രീതിയിലൊന്നും ഇല്ല കേട്ടോ, സാധാരണ രീതിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങളുടെ പരിധിക്കനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വിഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാരറ്റ്, ക്യാബേജ്, മാങ്ങ ചമ്മന്തി, കൊണ്ടാട്ടം, പിന്നെ മുട്ട, പിന്നെ ഇത്ര മാത്രമാണ് കേട്ടോ. ഞാൻ ബീഫ് ഫ്രൈ, പിന്നെ ഫിഷ് ഫ്രൈ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ചാറുകറി വെച്ചിട്ടില്ല. ചാറുകറി വെക്കാത്തത് കാരണം ലീക്കേജ് വരുമെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ചാറുകറി അവർ ഓൾറെഡി പറഞ്ഞിട്ട് വെക്കേണ്ട, ഉപ്പേരി കറി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചാറുകറി ഇല്ലാണ്ട് വെക്കണേ. അപ്പോൾ മോളൊക്കെ എണീറ്റു കേട്ടോ. മോൾ എണീറ്റിട്ട് അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ബഹളമൊന്നും വെക്കുന്നില്ല. സമയമായി തുടങ്ങി. അപ്പോൾ ഒരു 9:30 ആകുമ്പോഴേക്കും അവർ വരിക ചോറ് കൊണ്ടുപോകാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞ് സെറ്റാക്കണം. പിന്നെ അപ്പച്ചനെ എണീറ്റു. അപ്പച്ചൻ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആൾക്ക് കഞ്ഞി കുടിക്കേണ്ട ടൈമായി. അപ്പോൾ അവിടെ ഞാൻ കഞ്ഞിയൊക്കെ വീത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് അപ്പാപ്പനെ വിളിച്ച് പറയുന്നുണ്ട്, അപ്പാപ്പ കഞ്ഞി ഇവിടെ വീത്തി വെച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടോ. അതാണ് ഇത്ര ഭയങ്കര വലിയ ആൾ. അപ്പോൾ അവളും നോക്കുക എന്തൊട്ട് ഈ അമ്മ ചെയ്യണേന്ന്. ഇലയൊക്കെ ഇട്ട് ചെയ്യണത്. ക്രാവ് ഇപ്പോൾ 2 വയസ്സായി. ഇപ്പോൾ ഇത്തിരീശ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ പ്രായമാണ്. അപ്പോൾ ഇത് എന്തൊട്ട് അമ്മ ചെയ്യണേന്ന് ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാബേജിന് കയ്യിലിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെടുക്കാൻ ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ പാപ്പനോട് വിളിച്ച് പറയുന്നുണ്ട്, മോള് കഞ്ഞി വീത്തി വെച്ചിട്ടുണ്ട്, അമ്മ ചൂടാറി കഴിക്കാൻ വിളിക്കണതാണ് കേട്ടോ. പാപ്പനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് അവളാണ്. അപ്പോൾ അവൾ പാപ്പനെ വിളിക്കണതാണ് കേട്ടോ. അങ്ങനെ ക്യാബേജിന് ഞാൻ കയ്യിൽ കൊണ്ടുവന്നു. ക്യാബേജും പിന്നെ സാധാരണ പിന്നെ ഞാൻ അച്ചാറെടുക്കാൻ മറന്നേ. അച്ചാറെടുക്കാനും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പാപ്പനെ അവിടെ ഭരിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, അപ്പാപ്പ അവിടെ കഞ്ഞി വീത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പാപ്പൻ പറയുന്നുണ്ട് അവളോട്, ചൂടാണ് പൊന്നു, ഒന്നുകൂടി ഇന്ന് ചൂടാറട്ടെ എന്ന്. അങ്ങനെ അച്ചാറെടുത്ത് കൊണ്ടുവന്നു. അച്ചാർ വെച്ചു. അങ്ങനെ എനിക്കിത് പൊതിയേണ്ട ടൈം ആകുമ്പോഴാണ് ഭയങ്കര ടെൻഷൻ കേട്ടോ. എനിക്ക് ഇത്തിരി പാടാണ് കേട്ടോ. അപ്പോൾ ഇത്ര വിഭവങ്ങളുള്ളൂ കേട്ടോ. ഞാൻ മാക്സിമം 4 ചോറാണ് കേട്ടോ കൊടുക്കാറ്. നമ്മുടെ പരിധിക്കനുസരിച്ചിട്ട് 4 ചോറ് കൊടുക്കാനാണ് ഇപ്പോൾ നിവൃത്തിയുള്ളൂ. ഇനി നമുക്ക് സാമ്പത്തികമൊക്കെ വലുതാവട്ടെ, കുറേ പേർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള കളികളാണ് ഞാൻ കളിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ 4 ചോറ് ഇത് ഭയങ്കര സന്തോഷത്തോടെയാണ് കേട്ടോ കൊടുക്കണേ. നമുക്ക് ഇനിയും കൂടുതൽ കൊടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിനുള്ള സാഹചര്യമൊക്കെ ദൈവം തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ കൊച്ചു പൊതിച്ചോറ് ഞാൻ പൊതിയണത് അത്ര പെർഫെക്റ്റ്ലി അല്ല, എന്നാലും ഒരുവിധമൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈഎഫ്ഐക്കാരുടെ പൊതിച്ചോറ് വിശേഷം കേട്ടോ. അപ്പോൾ മോളവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. അവൾക്ക് അവിടെ ഇന്നൊരു സിസ്റ്റർ വന്നപ്പോൾ ചോക്ലേറ്റ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ചോക്ലേറ്റ് കണ്ടിട്ട് അവളത് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ അതൊക്കെ അവൾക്ക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളോട് പറയുന്നുണ്ട്, കാലത്ത് തന്നെ ചോക്ലേറ്റ് കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ എവിടെ, അത് കണ്ടു കഴിഞ്ഞു, പിന്നെ അത് കിട്ടാണ്ട് ആൾ സമ്മതിക്കില്ല. അത് കാരണം കൊണ്ട് ഇതാണ് കേട്ടോ ഇന്നത്തെ പൊതിച്ചോറ് വിശേഷങ്ങൾ. അപ്പോൾ അങ്ങനെ എൻ്റെ പൊതിച്ചോറൊക്കെ ഏകദേശം ഞാൻ 4 കെട്ടി വെച്ചു. അപ്പോൾ ഇനി കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ആൾക്കാർ വരും കേട്ടോ. അപ്പോൾ ബൈ, സീ യു.